ഓട്ടിസം എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. എത്രയും നേരത്തെ തന്നെ തിരിച്ചറിയുകയും അതിന് വേണ്ട ചികിത്സ കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ? പ്രധാനമായും 3 ലക്ഷണങ്ങളാണ് ട്രയാഡ്സ് ഓഫ് ഓട്ടിസം. അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് ഈ കുട്ടികളിലെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഒന്ന്, ഇമ്പയർമെന്റ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ, അതായത് മറ്റുള്ളവരുമായി ഇടപഴകാനുള്ള ബുദ്ധിമുട്ട്. കുഞ്ഞിന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആരെങ്കിലും തന്നെയാണ് ഒരുപാട് ആളുകളുള്ള സ്ഥലത്ത് പോവാനും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനുമുള്ള ബുദ്ധിമുട്ട്. അതായത് പല അമ്മമാരും പറയുന്ന ഒരു പ്രശ്നം, ഓട്ടിസമുള്ള കുട്ടികളുടെ അമ്മമാര് പറയുന്ന ഒരു പ്രശ്നം, ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവാനോ അതല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോകാനോ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് അവർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുമായിട്ട് റെസ്പോണ്ട് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്പയർമെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ, അതായത് അവർ മറ്റുള്ളവരുമായിട്ട് അവരുടെ ആശയവിനിമയത്തിന് വരുന്ന ബുദ്ധിമുട്ട്. ഇത്തരം കുട്ടികളിൽ സംസാരം, ഭാഷ ഡെവലപ്മെന്റില് ഡിലേ ഉണ്ടായിരിക്കും. അവർക്ക് പ്രായത്തിനനുസരിച്ചിട്ടുള്ള സംസാരം ഡെവലപ്മെന്റ് വളരെ വൈകിയാണ് വരുന്നത്. അതായത് ഒരു 3 വയസ്സായിട്ടും കുഞ്ഞ് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ സംസാരപരമായിട്ടുള്ള വൈകല് ഈ കുട്ടികളിൽ കാണും. മൂന്നാമതായിട്ട് റെസ്ട്രിക്റ്റഡ് ആൻഡ് റിപ്പിറ്റേറ്റീവ് സ്റ്റീരിയോടൈപ്പിക് ബിഹേവിയർ, അതായത് കൈകൊണ്ട് എന്തെങ്കിലും ആക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും മൂവ്മെന്റ്സ്, ഹാൻഡ് മൂവ്മെന്റ്സ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ വെർബൽ സ്റ്റീരിയോടൈപ്പിക് ആയിരിക്കാം. അതായത് എന്തെങ്കിലും ശബ്ദം ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാണിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ഇതാണ് ട്രയാഡ്സ് ഓഫ് ഓട്ടിസം എന്ന് പറയുന്നത്. അതല്ലാണ്ട് നമുക്ക് നേരത്തെ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റ് ചില ലക്ഷണങ്ങളാണ്, നമ്മൾ സംസാരിക്കുകയോ കളിപ്പിക്കുകയോ ചെയ്യുമ്പോൾ മുഖത്തേക്ക് കുഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല. അതായത് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഒരു 2-3 മാസമൊക്കെ ആകുമ്പോൾ തൊട്ട് കുട്ടികൾ നന്നായിട്ട് മുഖത്തേക്ക് നോക്കി നമ്മൾ കളിപ്പിക്കുന്ന സമയത്ത് മുഖത്തേക്കൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങും. പക്ഷെ ഇത്തരം കുട്ടികളിൽ നമ്മൾ സംസാരിക്കുകയോ കളിപ്പിക്കുകയോ അവരുടെ പേര് വിളിക്കുകയോ ചെയ്യുമ്പോൾ മുഖത്തേക്ക് നോക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു റെഡ് സിഗ്നൽ ആണ്. അതായത് ഐ കോണ്ടാക്റ്റും ഇമ്പയർമെന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അറ്റൻഷൻ വളരെ കുറവായിരിക്കും. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓടി നടക്കുന്ന ഒരു പ്രകൃതമായിരിക്കും എപ്പോഴും. അപ്പൊ ഇങ്ങനത്തെ 2-3 കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് കറങ്ങുന്ന വസ്തുക്കളിലോട്ട് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു കാർ ഓടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കുന്നതിന് പകരം അതിന്റെ വീല് കറങ്ങുന്നതിലോട്ടായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിങ്ങനെ പലതരത്തിലൊരു ഓട്ടിസം എന്ന് പറയുന്നത് വളരെ ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടി വളരെ വ്യത്യസ്തമാണ്. ഒരാൾക്കുള്ള അതേ ഫീച്ചേഴ്സ് ആയിരിക്കില്ല മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ കുട്ടികളിലും കാണുന്നത്.